ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തൊട്ട് മുന്നുള്ളൊരു ക്രിസ്മസ് പർച്ചേസിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു യാത്രയുണ്ടെന്ന്. പിന്നെ പലരും ഷോർട്സിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എവിടെ പോയെന്ന്. അതെ, നമ്മൾ ഗോവയ്ക്ക് പോവാണ്. അപ്പോൾ 12-ാം തീയതി രാത്രി 9:50 തൃശ്ശൂരിൽ നിന്നും കൊച്ചുവേളി എക്സ്പ്രസ്സിനാണ് കേട്ടോ നമ്മൾ പോയത്. ട്രെയിൻ രാത്രി സമയമായതുകൊണ്ട് തന്നെ നമ്മൾ കയറി. പിന്നെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും രാത്രിയാണ് കാണാനില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിലായിരുന്നു. നമ്മളും കയറി. നല്ല സുഖം ഉറക്കമൊക്കെ ഉറങ്ങി. രാവിലെ ഒരു 8 മണിയായപ്പോൾ നമ്മളും എഴുന്നേറ്റ് ട്ടോ. നമ്മൾ പോകുന്നതിൻ്റെ തലേദിവസമാണ് വിജയേട്ടൻ എത്തിയത്. അപ്പോൾ വിജയേട്ടൻ ബുധനാഴ്ച വന്നു. വ്യാഴാഴ്ചയാണ് നമ്മൾ യാത്ര തിരിച്ചത്. എന്തായാലും രാവിലെ എഴുന്നേറ്റിട്ട് വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ കാലൊക്കെ നീട്ടിയിരുന്ന് ട്രെയിനിൻ്റെ ആ ഒരു താളത്തിനും ചാഞ്ചാട്ടത്തിനും ഒപ്പം യാത്ര ചെയ്യുന്നതും, ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് പുറത്തെ കാഴ്ചകൾ, പോകുന്ന വഴിയിലെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് ആ ഒരു ട്രെയിൻ യാത്ര അതേതായാലും വളരെ രസകരമാണ്. ട്രെയിൻ യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളുടെ ട്രെയിനിലുള്ള ബാത്റൂമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിൽ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ സാധാരണ കമ്പാർട്ട്മെൻ്റ് ആയാലും നമ്മൾ പോയത് എസി കമ്പാർട്ട്മെൻറ്റിലാണ്. അതിലായാലും ഒരേ രീതിയിൽ തന്നെയാണ് ട്ടോ. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. ട്രെയിനിൽ നമുക്ക് ഫുഡൊക്കെ സൂപ്പർ ഫുഡായിരുന്നു. പക്ഷേ യാത്രയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ബാത്റൂം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ആവശ്യമാണ്. അത് ക്ലീൻ ചെയ്യാനും നല്ല രീതിയിൽ കൊണ്ട് നടക്കാനുമുള്ള നടപടികൾ നമ്മുടെ അധികൃതർ എന്താണത് ശ്രദ്ധിക്കാത്തതെന്നറിയില്ല. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിവിം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയത്. അവിടെ നമ്മൾ ടാക്സി വിളിച്ച് നമ്മളുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു 24 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മളുടെ ഹോട്ടലിലേക്ക്. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ദ ഗോൾഡൻ സാൻഡ്സ് എന്നായിരുന്നു ട്ടോ. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കലങ്യൂട്ട് എന്നാണ്. അതിനങ്ങനെ തന്നെയാണോ ഞാനീ പറയുന്ന സ്ഥലങ്ങളുടെ പേരുകൾ അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല. സ്പെല്ലിംഗ് വെച്ച് നോക്കുമ്പോൾ അതിനെ കലങ്യൂട്ട് എന്ന് വായിക്കാം. അതാണ് ഞാൻ പല സ്ഥലങ്ങളിലും അവിടെയുള്ള ഹോട്ടലുകളിലും ഒക്കെ കണ്ട ബോർഡുകളിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന പേര് അതായിരുന്നു. നോർത്ത് ഗോവയിലാണ് നമ്മൾ താമസിച്ചത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഫാമിലിക്ക് താമസിച്ച് പോരാൻ പറ്റുന്ന നല്ലൊരു ഹോട്ടലായിരുന്നു ട്ടോ. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ചേട്ടൻ്റെ വണ്ടിയും കൂടെ വരാൻ വേണ്ടി റിസപ്ഷനിൽ വെയിറ്റ് ചെയ്ത്, അങ്ങനെ അവരും കൂടെ വന്നപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിയാണ് ട്ടോ ഇത്. നല്ല റൂമായിരുന്നു. ഒരു സ്യൂട്ട് റൂമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ഉറങ്ങുക, പിന്നെ രാത്രി വൈകിയാണ് നമ്മൾ റൂമിലെത്താറുള്ളത്. രാത്രി ഉറങ്ങുക, ഫ്രഷ് ആവുക, രാവിലെ വീണ്ടും എഴുന്നേൽക്കുക, ഫ്രഷ് ആവുക. അത്ര ആ ഒരു സമയം മാത്രമാണ് നമ്മൾ ഈ റൂമിലുണ്ടായിട്ടുള്ളൂ ട്ടോ. അതല്ലാതെ പകൽ സമയങ്ങളിലൊന്നും തന്നെ നമ്മൾ ഈ റൂമിലുണ്ടായിട്ടില്ല. വളരെ നല്ല റൂമായിരുന്നു. അവര് നമുക്ക് രാത്രി ആയപ്പോൾ എക്സ്ട്രാ ഒരു ബെഡും കൂടെ കൊണ്ടുവന്ന് ഇട്ട് തന്നു ട്ടോ. അങ്ങനെ നമ്മള് ഒരു 4 ഡേയും 3 നൈറ്റുമാണ് നമ്മൾ ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്തത്. വാഷ്റൂം ആണെങ്കിലും അവര് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് എല്ലാ സർവീസുകളും അവര് നല്ല ഭംഗിയായിട്ട് ചെയ്തു ട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്രിസ്മസ് സമയമാകുമ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഗോവയിൽ നല്ല എക്സ്പെൻസാണ് റൂമുകൾക്കൊക്കെ. നമ്മള് പോവാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പോവാൻ പറ്റിയാലായി, ഇല്ലെങ്കിൽ ഇല്ല എന്ന രീതിക്ക് തന്നെ മുന്നേ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ. അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാനും നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ഓക്കെ ആയിട്ട് കിട്ടി. അപ്പോൾ അന്ന് രാത്രി, പിന്നെ ഗോവ എന്ന് പറയുമ്പോൾ കടലുകളാണല്ലോ. അപ്പം അന്ന് രാത്രി നമ്മൾ നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള കുറച്ച് ദൂരം നീങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് വന്ന് ഒരു ബീച്ചിലോട്ട് വന്നു ട്ടോ. ഈ ബീച്ചിലോട്ട് വന്നപ്പോൾ ഈ അടുത്തുള്ള റെസ്റ്റോറൻറ്റുകളിലെല്ലാം മത്സരിച്ച് പാട്ട് വെച്ചേക്കാണ് ട്ടോ അവര്. അത് വളരെ അരോചകമായി നമുക്ക് തോന്നി. കാരണം നമ്മളിങ്ങനെ കൂട്ടത്തിൽ കൂടെ പോകുമ്പോൾ നമ്മളുടെ മക്കളുണ്ട് നമ്മുടെ കയ്യില്. അപ്പോൾ ഒരാളൊന്ന് കൈ തെറ്റി പോയാലോ, ഒന്ന് വിളിച്ചാൽ പോലും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരാളെ വിളിച്ചാൽ പോലും കേൾക്കാത്ത അത്ര ഉച്ചത്തിലാണ്, അത്ര അരോചകപ്പെടുന്ന രീതിയിലായിരുന്നു പാട്ട്. ആദ്യത്തെ ദിവസം പാട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താവുമെന്ന്. പിന്നെയൊന്നും കുഴപ്പമുണ്ടായില്ല ട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. 3 ദിവസമോ 4 ദിവസമൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പതുക്കെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ 3 ഫാമിലീസിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. നാളെ നമ്മൾ എവിടേക്ക് പോണം, എങ്ങനെ പോണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളൊരു 14, 15 സീറ്റുള്ളൊരു വണ്ടി നമ്മൾ എല്ലാ ദിവസവും ഈ പോകുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടാക്സി വിളിച്ച് പോവാന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ ടാക്സിക്കാർക്കാണെങ്കിലും അവർക്കറിയാം അവിടുത്തെ സ്ഥലങ്ങൾ എവിടെയാണ്, എന്താണെന്നുള്ളതൊക്കെ. അപ്പം നമുക്കാണെങ്കിലും 3 ഫാമിലീസിനും ഒരുമിച്ച് യാത്ര ചെയ്യാനും പറ്റും. നമുക്ക് പ്രത്യേകിച്ച് റിസ്കുകളൊന്നുമില്ല. ഡ്രൈവ് ചെയ്യേണ്ട റിസ്ക് ഇല്ല. അവരാണെങ്കിൽ നമ്മളെ കൊണ്ടുപോവും ചെയ്യും. അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എത്തിയത് കൊക്കോ ബീച്ചിലാണ് ട്ടോ. അപ്പോൾ ബീച്ച് തന്നെ ബീച്ച്. ഇതാണ് ഗോവ എന്ന് പറയുന്നതല്ലേ. അപ്പോൾ ഞങ്ങളും ഫസ്റ്റ് കൊക്കോ ബീച്ചിലെത്തി. അപ്പോൾ അവിടെ നമുക്ക് ഒരു 1 അവർ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഡോൾഫിൻസിനെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഈ കേറിയിരിക്കുന്നത്. വീണ് പോയാൽ നീന്തൽ അറിയാവുന്ന വളരെ കുറച്ച് പേരേ അതിലുള്ളൂ. ഞങ്ങളുടെ ഫാമിലിയാണ് ട്ടോ ഈ ബോട്ടിൽ മൊത്തം ഉള്ളത്. 12 ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ പാരൻറ്സും എല്ലാ ഫാമിലീസിനും ഒരു ബോയ്, ഒരു ഗേൾ അങ്ങനെ കിഡ്സും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് ഡോൾഫിനെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ ക്യാമറ കൈ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോൾഫിനെ കാണില്ല. ക്യാമറ ഞാൻ കുറേ നേരം കൈ പിടിച്ച് കഴിയുമ്പോൾ എനിക്ക് കൈ കഴയ്ക്കും, മടുക്കുമ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഡോൾഫിൻ ചാടും ട്ടോ. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡോൾഫിൻസിനെ കണ്ടു. പിന്നെ സമയം ഒരു 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ചൂട് കയറുന്നതിനനുസരിച്ച് പിന്നെ അവർ പുറത്തോട്ട് വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മളൊരു 7:00 ഒക്കെ ആകുമ്പോൾ രാവിലെ തന്നെ വന്നാലാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ബീച്ചിനോട് ചേർന്ന് കാണുന്നതാണ് ട്ടോ ഇത്. അഗോഡ ഫോർട്ടാണ് ആ മോളിൽ കാണുന്നത്. അതുപോലെ തന്നെ അഗോഡ എന്ന് പറയുന്നത് ആ സ്ഥലത്തിനെയാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അഗോഡ ഫോർട്ട് എന്നും പിന്നെ സെൻട്രൽ ജയിൽ ഓഫ് അഗോഡ എന്നൊക്കെ തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സെൻട്രൽ ജയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബീച്ച് സൈഡിൽ അത് അത്രയും മനോഹരമായ ഒരു എന്താ പറയാ വ്യൂ പോയിന്റിലാണ് ട്ടോ ഈ ജയിലൊക്കെ ഇരിക്കുന്നത്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 14 വർഷത്തേക്ക് നമ്മൾ അവിടെ ഒന്ന് സെറ്റിലായി തിരിച്ചു പോന്നാലോ എന്ന് പോലും നമുക്ക് തോന്നി പോകും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. പിന്നെ ആ കാണുന്ന ഒരു പാലസ് ആണ്. ആ പാലസിന്റെ മുകളിലായിട്ട് തന്നെ ഒരു കത്തീഡ്രൽ ചർച്ചും ഉണ്ട് ട്ടോ. ഈ പാലസിന്റെ പേരും ചർച്ചിന്റെ പേരൊക്കെ ചേട്ടനും അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇപ്പം അതില്ല. അപ്പോൾ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. അങ്ങനെ 1 മണിക്കൂറിന്റെ ബോട്ടിങ്ങിന് ശേഷം നമ്മൾ വിചാരിച്ച പോലത്തെ ഒന്നും അത്രയൊന്നും കണ്ടില്ലെങ്കിലും എന്നാലും ഡോൾഫിൻസിനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു. അങ്ങനെ തിരിച്ച് നമ്മൾ കരയ്ക്കെത്തി. കരയ്ക്കെത്തി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ഷോപ്പുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ട്ടോ. ലേഡീസിനാണ് ഇങ്ങനെയുള്ള കടകൾ കാണുമ്പോൾ ഒന്ന് കയറി ഇറങ്ങാനുള്ള ബോയ്സൊക്കെ പിതാക്കന്മാരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മളിങ്ങനെ കടകൾ കയറി ഇറങ്ങി നടക്കും. എന്തായാലും ഗോവ വന്നിട്ട് നമുക്ക് ഒരു ഗോവൻ ഡ്രസ്സ് ഇട്ടിട്ട് ബീച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. അപ്പം അതിനുള്ള ഡ്രസ്സൊക്കെ നോക്കി തപ്പുന്നതാണ് ട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെന്താ കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പതിയെ ആ വഴി നീങ്ങുകയാണ്. പിന്നെ ഗോവയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലിബറൽ ആയിട്ടുള്ള കാര്യമാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. പറ്റുന്ന രീതിയിൽ ഞങ്ങളും അതിൽ പങ്കുചേർന്നിട്ടുണ്ട് ട്ടോ. നമുക്കതൊന്നും കഴിച്ച് പരിചയമില്ല. എന്നാലും ചെറിയ രീതിക്കൊക്കെ തുടങ്ങി വെച്ചാലല്ലേ നമുക്ക് ഭർത്താക്കന്മാരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളും അങ്ങനെ ഒന്ന് തുടങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അഗോഡ ഫോർട്ട് കാണാൻ പോയിട്ടോ. ഈ ഫോർട്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വലുതാണ് ട്ടോ. അപ്പോൾ ഇതിങ്ങനെ പരന്ന് കിടക്കാണ്. സൂര്യൻ്റെ വെളിച്ചം നമ്മൾ ഇവിടെ എന്താ പറയുക ഗോവയിൽ പോയി വന്ന് ഒരു 2, 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നാട്ടിലെത്തിയിട്ടാണ് എത്രമാത്രം നമ്മളുടെ ബോഡി ടാൻ ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. കണ്ടോ അഗോഡ ഫോർട്ട് ഗോവ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാര് പണിതു അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്ടോ. ഈ ഒരു ഫോർട്ട് നമുക്ക് നമ്മളുടെ ആനന്ദം മൂവിയിൽ അവരുടെ ആ ഒരു സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു ഗോവ ട്രിപ്പാണല്ലേ. അപ്പോൾ ആ ഒരു ട്രിപ്പിൽ നമുക്ക് ഈ ഫോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും ട്ടോ. അപ്പോൾ ഇതിൻ്റെ പാരമ്പര്യം എന്താണ്? എന്തിനാണിത് ഇതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? എങ്ങനെയാണ് ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്? എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് അപ്പന്മാർ വായിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ട്ടോ അവര്. ഇങ്ങനെയാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ട്ടോ അത്. ഇപ്പോഴും എൻ്റെ കണ്ണിലിപ്പോൾ കണ്ടോ നമ്മൾ അത് നേരിട്ട് കണ്ട കാഴ്ചയുടെ ഒരു 10-1 ഭാഗം പോലും നമുക്ക് ക്യാമറയിലൂടെ കാണുമ്പോൾ അത് വ്യക്തമല്ല, ക്ലിയർ അല്ല അത്. അപ്പോൾ അത്രയും ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു ട്ടോ അത്. ആ ഒരു സീ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഫോട്ടോ പോയിന്റ്സും ഒക്കെയുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു. എന്തായാലും മക്കളെയൊക്കെ നമ്മൾ കൈ മുറുക്കെ പിടിച്ച് ശ്രദ്ധിച്ച് കൊണ്ട് നടക്കുക എന്ന് പറയുന്നതാണ് ഒരു ടൂർ പോകുമ്പോഴത്തെ ഏറ്റവും വലിയൊരു നമ്മളുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്. എന്തായാലും ആരും ആപത്തോ അപകടമൊന്നും കൂടാതെ തിരിച്ചെത്തി.
അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ദ വേൾഡ് ഓൺലി ആൽക്കഹോൾ മ്യൂസിയം എന്നാണ് ട്ടോ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് ഓൺലി ആൽക്കഹോൾ മ്യൂസിയം നമ്മുടെ ഇന്ത്യയിൽ ഇതൊന്നുമല്ല. വേറെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഡിസ്റ്റിലാരിയ ഫെനി എന്നാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ പേര്. അപ്പോൾ കശുമാങ്ങയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൃഷി അല്ലെങ്കിൽ കശുമാവിൻ തോപ്പുകൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് ഗോവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ നാടൻ ഭാഷയിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചാരായ വാറ്റ് എന്ന് പറയുന്ന പോലെ അതിങ്ങനെ സുലഭമായി നടക്കുന്ന സ്ഥലമാണ് ഗോവ. എല്ലാവർക്കും അറിയാം ഗോവയ്ക്ക് ടൂർ പോവുക എന്ന് പറയുമ്പോൾ തന്നെയുള്ള ആദ്യത്തെ ഒരു മൈൻഡിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് നല്ല ലിബറൽ ആയിട്ട് ആൽക്കഹോൾ കഴിക്കുക. അത് ഏതൊരു പെട്ടിക്കടയിലാണെങ്കിലും ഹോട്ടലിലാണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും കയറി ചെന്ന് കഴിക്കാം, കുടിക്കാം. അതിനൊരു ഒളിയോ മറയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ് അതങ്ങനെ അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് പേര് അവിടെ പോയി എൻജോയ് ചെയ്ത് ഫാമിലിയോടൊപ്പം അല്ലാണ്ടും ഒക്കെ എൻജോയ് ചെയ്ത് നടക്കുന്നു. ഇത് നമ്മുടെ പണ്ട് കാലങ്ങളിൽ കള്ള് ചെത്തിയിരുന്ന കുടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ താഴത്തിരിക്കുന്ന ഈ കുടം, ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്ന കുടം എന്ത് വെച്ചാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു കളിമണ്ണ് കൊണ്ടാണ്. അതല്ല പംകിൻ്റെ തോട് കൊണ്ട് ഉണ്ടാക്കിയിട്ട് മണ്ണ് കൊണ്ടൊന്ന് പൂശി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് നമുക്കറിവില്ലായിരുന്നു. നമ്മൾ വിചാരിച്ചിരുന്നത് കളിമൺ കൂടാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അത് പംകിൻ്റെ തോട് കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അതിശയമായിട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ആ മ്യൂസിയത്തിൽ നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് കാലങ്ങളിൽ പഴയ കാലങ്ങളിൽ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക ആൽക്കഹോൾ ഉണ്ടാക്കിയിരുന്നതാണെങ്കിലും സൂക്ഷിച്ചിരുന്നതാണെങ്കിലും പിന്നെന്താ ഗ്രിൽഡ് ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പിന്നെ കള്ള് എടുക്കാനാണെങ്കിലും കള്ള് സൂക്ഷിക്കാനും അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ ആ റൂമിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ദേ നമ്മൾ ടിവിയിലും വാർത്തയിലൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ പാപം എന്ന് പറയുന്ന പോലെ എന്താ പറയുക എന്തോ ഒരു തെറ്റെന്ന് പറയുന്ന പോലെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ചാരായ വാറ്റ് എന്ന് പറയുന്നത് അല്ലേ. വാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് അങ്ങനെയാണ് ഓർമ്മ വരിക. പക്ഷേ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ മദ്യം ദുരുപയോഗം ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ മദ്യം കഴിക്കുന്നവരുടെ വീടുകളിലൊക്കെ വഴക്കും സമാധാനമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരുന്നത്. എന്തായാലും അങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ള ഈ ഫെനിയാണ് കേട്ടോ ഈ ഓരോ ഭരണികളും സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക മോയ്സ്ചറൈസറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചൂട് കടക്കാതിരിക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ ചാക്കും പിന്നെ നമ്മളുടെ ചരടുകളും ഒക്കെ വെച്ചിട്ടാണ് അവരത് പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അവരിങ്ങനെ കുഞ്ഞിയ പൈപ്പുകളിലൂടെ ഒരു മിസ്റ്റ് ഓണാക്കി കൊടുത്തിട്ടാണ് ആ ടെമ്പറേച്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനുശേഷം പുറത്ത് വന്നപ്പോൾ നമുക്ക് അവരൊരു കൗണ്ടറുണ്ട്. അവിടെ അവരുടെ ആ ഒരു ഇതിലുള്ള പലതരത്തിലുള്ള ഫ്ലേവേഴ്സിലുള്ള മോക്ടെയിൽസും കോക്ടെയിൽസും ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുവാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രേയിൽ കുറച്ച് ഫ്രൂട്ട് കട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 ഗ്ലാസ്സുകൾ ഒഴിച്ചിട്ട് അതിൽ പല ഫ്ലേവറുകളാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഓരോ തരം ഫ്ലേവറുകൾ ഓരോ ഗ്ലാസ്സിൽ നിറയ്ക്കും. അടുത്ത ഫ്ലേവർ അങ്ങനെ പല കളറിലായിട്ടുള്ള മോക്ടെയിൽസും കോക്ടെയിൽസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോക്ടെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടായിരിക്കും. മോക്ടെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ ഫ്രൂട്ട്സിൻ്റെ ഒരു എന്താ പറയുക നമ്മളുടെ ജ്യൂസിൻ്റേതായിട്ടുള്ള ഒരു അംശം പോലെയുള്ള പലതരം ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സ്ചർ ഫോം ആയിരിക്കും അത്. അപ്പോൾ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇതേത് തരം കോക്ടെയിൽസ് ആണ്, ഇതിൽ എത്ര അളവിലാണ് ആൽക്കഹോൾ ചേർത്തിരിക്കുന്നത്, എന്തൊക്കെ ഫ്ലേവറുകളാണ് ഇതിൽ ചേർത്തിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിമാരും ഒക്കെ എന്താ പറയുക ഇതൊക്കെ ഒരു പരിധി വരെ കുടിച്ചു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ആ വെള്ളം പോലെയുള്ളത് ആൽക്കഹോൾ കണ്ടന്റ് ആണ് അത് ഫുള്ള്. അപ്പോൾ അത് ഞങ്ങൾ ഹസ്ബൻഡുമാർക്ക് കൊടുത്തു കേട്ടോ. അത് കുടിക്കാൻ ഞങ്ങൾ മുതിർന്നില്ല. കാരണം അത്രയ്ക്കുള്ള ശേഷി നമുക്കായിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ദേ ഒരു ബീച്ച് കാണാൻ വന്നു. അപ്പോൾ ബീച്ചിലെ സൺസെറ്റൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നനഞ്ഞ് പിണ്ടിയായി അഴുക്കായി നമ്മൾ റൂമിൽ ചെന്ന് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫിഷർമാൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. എല്ലാവരും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് മക്കളാണെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു. അന്നത്തെ ഓരോ ദിവസത്തെ പോയ യാത്രയിലെ പ്രത്യേക സന്തോഷങ്ങളും തമാശകളും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ് ചിരിക്കുന്നതൊക്കെ. അതിനുശേഷം അവിടെ നല്ല ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ വെച്ച് ആളുകളൊക്കെ അങ്ങോട്ട് ജീവിതം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാണ്. അപ്പോൾ നമുക്കും വർഷത്തിലൊരിക്കൽ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടാവണം എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങളും
എന്താ പറയാ ആഘോഷിച്ച് അറിയുന്ന പോലെയൊക്കെ ഞാനും ഹസ്ബൻഡും കൂടെയൊക്കെ ഞങ്ങളും കളിച്ചു ട്ടോ. അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസത്തെ വിശേഷവുമായി പിന്നെ കാണാം.